ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുമീസ് ടേസ്റ്റി കിച്ചൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഒരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. വൈകുന്നേരങ്ങളിലൊക്കെ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു ഈവനിങ് സ്നാക്കാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടെ ഒരു ബെല്ലൈക്കൺ വരും. അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെച്ചാൽ ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കത് മിസ് ചെയ്യാതെ കാണാൻ പറ്റും. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ഈവനിങ് സ്നാക്ക് ഇവിടെ തയ്യാറാക്കുന്നത് നേന്ത്രപ്പഴം വെച്ചിട്ടാണ്. ഞാൻ ഒരു ചെറിയ ഒരെണ്ണമാണ് എടുത്തേക്കുന്നത്. ഒരു ചെറിയ ടൈപ്പ് മതിയാവും കേട്ടോ. ഇനി നമുക്ക് ഇത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. പിന്നെ നിങ്ങൾ നേന്ത്രപ്പഴം എടുക്കുമ്പോൾ നല്ല പഴുത്തത് നോക്കിയെടുത്താൽ അത്രയും ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാനത് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് ശർക്കര, 1 കപ്പ് വരെ എടുക്കാം. 1/4 കപ്പ് ആകുമ്പോൾ ഒരു കുറച്ച് മധുരമായിരിക്കും. ഇനി നല്ലൊരു മധുരം വേണമെങ്കിൽ 1 കപ്പ് ശർക്കര എടുക്കുക. ഇനി അതേ കപ്പിന് തന്നെ ഞാൻ ഒരു 1/4 കപ്പ് പാലെടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇനിയിപ്പോൾ ഈ കപ്പില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലുള്ള ഏതെങ്കിലും ഗ്ലാസ് എടുക്കാം. അതേ ഗ്ലാസ്സിന് തന്നെ ആയിരിക്കണം എല്ലാം നിങ്ങൾ അളന്നെടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ശർക്കര അളന്നെടുത്ത് അതേ ഗ്ലാസ്സിന് തന്നെയാണ് പാൽ ഒഴിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് എടുക്കാം. നല്ല സ്മൂത്തായിട്ടൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ ഞാൻ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യേണ്ടത് മറ്റൊരു ബൗൾ എടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു 1/2 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് നമ്മളിതിപ്പോൾ ചെയ്യുന്നത്. നിങ്ങൾക്ക് മൈദ വെച്ചിട്ടും ചെയ്യാം. മൈദ അപ്പോൾ ഭയങ്കര ക്രിസ്പി ആയിരിക്കും, കുറച്ചുകൂടി നല്ല അടിപൊളിയായിരിക്കും. പക്ഷേ ഗോതമ്പ് പൊടിയും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഹെൽത്തി ആയിട്ട് എല്ലാവർക്കും ഗോതമ്പ് പൊടിയായിരിക്കും കൂടുതൽ ഇഷ്ടം. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നാലേ ആ ഒരു നല്ലൊരു മധുരം ബാലൻസ് ചെയ്ത് നിൽക്കത്തുള്ളൂ. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ റവ നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഇത് നന്നായിട്ട് പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ റവ അവോയ്ഡ് ചെയ്യരുത്, റവ ചേർക്കണം. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ ചേർക്കുക. ഇച്ചിരി കൂടിയാലും കുഴപ്പമില്ല, കുറയരുത്. അപ്പോൾ റവയാണ് ഇത് നന്നായിട്ട് പൊങ്ങാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ്. ഈ റവ എല്ലായിടത്തും എത്തണം. അതുകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വെക്കുക. ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മളിപ്പോൾ അരച്ചെടുത്ത ആ ഒരു പേസ്റ്റ് ഇല്ലേ, നമ്മുടെ ഏത്തക്കയുടെയും അതുപോലെ ശർക്കര എല്ലാം കൂടെ ആ ഒരു മിക്സ് നമുക്കിതിലേക്ക് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഞാൻ പകുതി ഒഴിച്ചിട്ടുണ്ട്, എന്നിട്ട് കുറച്ച് മാറ്റി വെച്ചു. അപ്പോൾ ഇതുപോലെ കുറേശ്ശെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്താൽ മതി. കാരണം ചിലപ്പോൾ എല്ലാം കൂടെ ഒഴിച്ചിട്ട് ഇനി അങ്ങ് ലൂസായി പോയാൽ പിന്നെ അതൊരു പ്രശ്നമില്ലേ. അപ്പോൾ ഞാൻ കുറേശ്ശെ ഒഴിച്ചിട്ട് എനിക്ക് എത്ര അളവായെന്ന് ഞാൻ പറയാം. അപ്പോൾ ഞാൻ എന്തായാലും ഫുള്ള് ഒഴിക്കുകയാണ്. കാരണം എനിക്കിതിപ്പോൾ ഫുള്ളും ആവശ്യമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കറക്റ്റായിട്ടുള്ളൊരു മെഷർമെൻറ്റാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ അത് കറക്റ്റായിട്ട് എടുത്തിട്ട് ചെയ്യുക. അപ്പോൾ ഇനി അഥവാ നിങ്ങളിത് കുഴച്ചെടുക്കുന്ന സമയത്ത് ഇനിയിപ്പം ഇച്ചിരി അങ്ങ് ഇത് ഒഴിക്കുന്ന കുറച്ച് കൂടിപ്പോയി ലൂസായി പോയാൽ കുറച്ചുകൂടി നമുക്ക് ഇതിലേക്ക് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ കുറച്ച് റവ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ എന്തായാലും നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിൽ മുഴുവനും ചേർത്തിട്ടുണ്ട്. നമ്മുടെ ശർക്കരയും അതുപോലെ ഏത്തക്കയും കൂടെ അടിച്ച് വെച്ച ആ ഒരു മിക്സ് മൊത്തം ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നല്ല സോഫ്റ്റായിട്ട് ഇവിടെ കുഴച്ചെടുത്ത് വച്ചു. അപ്പോൾ ഞാൻ ഇതിലേക്ക് മുഴുവനും നമ്മുടെ നേന്ത്രപ്പഴവും ശർക്കരയും കൂടെ അരച്ചെടുത്തത് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് 1 കപ്പ് വരെ ശർക്കര ചേർക്കാം കേട്ടോ, 1 കപ്പ് വരെ ചേർക്കാം. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ ഞാൻ ചെറിയ ബോൾസ് ആക്കുന്നില്ല, നല്ല വലിയ ബോൾസ് തന്നെ ആക്കിയിട്ട് പരത്തിയെടുക്കുകയാണ്. കാരണം നമ്മളിത് കട്ട് ചെയ്താണ് എടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് കുറച്ച് പരത്തിയെടുക്കാം. ഞാൻ കുറച്ച് മാവ് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്തിട്ട് ഒന്ന് ഇട്ടിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് കുറച്ച് വലിയ ഡോ ഇതിൽ നിന്നും എടുക്കുക, എന്നിട്ട് ഒന്ന് ബോൾസ് ആക്കി എടുക്കുക. എന്നിട്ട് നമുക്ക് ഇതൊന്ന് പരത്തിയെടുക്കാം. കണ്ടോ, ഇതുപോലെ നല്ല ബോൾസാക്കി എടുക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ടൊന്ന് പരത്തിയെടുക്കാം. പിന്നെ ഒരു കാര്യം, നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഇതുവരെയും ലൈക്ക് ചെയ്യാത്തവരൊക്കെ ലൈക്ക് ചെയ്യുക കേട്ടോ. താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഫേസ്ബുക്ക് പേജിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ എല്ലാവരും ജോയിൻ ചെയ്യുക. അപ്പം ഗ്രൂപ്പിൻ്റെ ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുന്ന കൂട്ടുകാരൊന്ന് ശ്രദ്ധിക്കുക. പേജ് ലൈക്ക് ചെയ്ത ശേഷം ഫോളോയിങ് എന്നൊരു ബട്ടൺ കാണാം, അവിടെ ഒന്ന് പ്രസ് ചെയ്തിട്ട് സീ ഫസ്റ്റ് എന്ന ഓപ്ഷൻ ആക്കുക. അപ്പോൾ പിന്നെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ കാര്യം. ഞാൻ ഇതുവരയ്ക്കും അത് തുടങ്ങാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല.
അപ്പോൾ ഇനി നമുക്ക് ഇതൊരു ഗ്ലാസ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നല്ല റൗണ്ട് ഷേപ്പിൽ നല്ല പോലെ വരും. പിന്നെ ഒരുപാട് കട്ടിയായിട്ട് പരത്തരുത് നിങ്ങൾ. ഇച്ചിരി നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തിയെടുക്കില്ല, അതുപോലെ തന്നെ പരത്തിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ ആകുമ്പോൾ നല്ല ഷേപ്പിൽ നമുക്ക് എടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ കാര്യമാണ്. ഞാൻ ഇതുവരെയും വാട്സാപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടില്ല. ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല വാട്സാപ്പ് ഗ്രൂപ്പ് തുടങ്ങാൻ വേണ്ടിയിട്ട്. കാരണം ഇപ്പോഴത്തെ ഒരു കാലത്ത് നമുക്ക് ആരെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാലമാണ്. അപ്പോൾ നമ്മുടെ ഫോൺ നമ്പരൊക്കെ പല ആളുകളിലും എത്തപ്പെടുകയാണ്. നല്ല ഉദ്ദേശത്തോടെ വരുന്നവരും കാണാം, എന്നാൽ മോശം ഉദ്ദേശത്തോടെ വരുന്നവരും ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതുവരെയും ആ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് തുടങ്ങാത്തത്. അപ്പോൾ ആർക്കും എന്നോട് വിരോധമൊന്നും തോന്നരുത്. പല ആളുകളും എന്താ പറയുക, എൻ്റെ പേരിലൊരു വാട്സാപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിരുന്നു. പല ആളുകളും ഒന്നും ചിന്തിച്ചില്ല, പെട്ടെന്ന് അതിൽ ജോയിൻ ചെയ്യുകയാണ് ചെയ്തത്. അതിലെന്തെങ്കിലുമൊക്കെ ആർക്കെങ്കിലുമൊക്കെ എന്ത് വന്നാലും ഞാൻ ഉത്തരവാദിയല്ല കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങൾ സ്വയമായിട്ട് തന്നെ വരുത്തി വെക്കുകയാണ്. അപ്പം നമുക്ക് ഇനി നല്ല ഉദ്ദേശത്തോടെ ആണെങ്കിൽ കുഴപ്പമില്ല. അപ്പം ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു എന്നേ ഉള്ളൂ, ബാക്കിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ അതെ, ഞാനിവിടെ എല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ റവ ചേർത്തത് കൊണ്ട് തന്നെ ഇത് നല്ലതായിട്ട് പൊങ്ങി വരും. നമ്മൾ എന്താ പറയുക, നമ്മുടെ നെയ്യപ്പമൊക്കെ നല്ലതായിട്ട് പൊങ്ങി വരില്ല, അതുപോലെ തന്നെ ഇത് നന്നായിട്ട് പൊങ്ങി വരും. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം. വളരെ ഈസി. ഇത് നല്ല വലിയ ബോൾസാക്കി എടുത്താൽ ഒന്ന് നന്നായിട്ടൊന്ന് പരത്തിയെടുത്താൽ മതി. പിന്നെ അത് ഇതുപോലെ അങ്ങ് പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. നല്ല ടേസ്റ്റാട്ടോ. ആ ശർക്കരയും ഗോതമ്പ് മാവും കൂടെ നല്ലൊരു ടേസ്റ്റിയാണ്. നമുക്ക് മൈദയും യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ ആളെ പരിചയപ്പെടുത്താം. കുറേ നേരമായിട്ട് വന്ന് നിൽക്കുക കേട്ടോ. എൻ്റെ മോനാണ്, നെഹിയാൻ എന്നാണ് പേര്. അപ്പോൾ സാധാരണ നമ്മൾ ചപ്പാത്തി ചെയ്യുന്ന സമയത്തും എൻ്റെ അടുത്ത് വന്ന് നിൽക്കാറുണ്ട്. ആ പച്ചയ്ക്ക് അവനിക്ക് കഴിക്കാൻ വലിയ ഇഷ്ടമാണ്, അതുകൊണ്ട് ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ നമുക്കിത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അപ്പോൾ നമുക്ക് അടുപ്പിലോട്ട് ഒരു കടായി വെച്ചിട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടാവണം കേട്ടോ. നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്ക് തീ കുറച്ച് വെക്കണം. അപ്പോൾ നമ്മുടെ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നും ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. പിന്നെ ഒരു കാര്യം കൂടി, ഇത് നമ്മൾ കുറഞ്ഞ തീയിലിട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഇതിൻ്റെ അകം വേകാതിരിക്കും, പുറം മാത്രം പെട്ടെന്ന് ബ്രൗൺ കളർ ആവുകയും ചെയ്യും. അപ്പം ആ കുറഞ്ഞ തീയിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് ഒരു സ്പൂൺ വെച്ചിട്ട് ഇളക്കി കൊടുക്കുക. ഇങ്ങനെ നമ്മൾ ചുറ്റിച്ച് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇത് നന്നായിട്ട് പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഇത് നന്നായിട്ട് പൊങ്ങി വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ അതേ ഒരു സൈഡ് നല്ല ഗോൾഡൻ ആയിട്ടുണ്ട്, ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ല നെയ്യപ്പമൊക്കെ പോലെ നന്നായിട്ട് പൊങ്ങി വന്നു. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കേട്ടോ. താഴെ കാണുന്ന ആ ലൈക്ക് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്ത് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ ആരും മറക്കരുത്. പിന്നെ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ ഫാമിലിയിലെ ഒരു അംഗമാവുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ ഒരു ബെൽ ഐക്കൺ വരും, അത് മറക്കാതെ ക്ലിക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കത് കാണാൻ വേണ്ടിയിട്ടൊരു നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും.